ഹലോ ഹലോ ഹലോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു എന്ത് വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹൗസ് വാമിംഗ് ആണ്. വേറെ ആയിരത്തല്ല, എൻ്റെ ആപ്പാൻ്റെ തന്നെ ഒരു വെറൈറ്റി ടൈപ്പ് വീടാണേ. നമ്മളിങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിലധികം ഇങ്ങനത്തെ വീടൊന്നും കാണുന്നില്ല. ഭയങ്കര കൊട്ടാരം പോലത്തെ വീടുകളല്ലേ ഉണ്ടാവുക. ഇത് അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റിയാണ്. ഒരു യൂറോപ്യൻ സ്റ്റൈൽ വീടാണ്. ഫുൾ ഗ്ലാസ് കൊണ്ടൊക്കെ ഉള്ള വീട്. അടിപൊളി വീടാണ്. ലൊക്കേഷനൊക്കെ പിന്നെ പറയാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ വീടിൻ്റെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പിക്സൊക്കെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. എന്താ പറയുക, ഒരു അടിപൊളി വീട് എന്ന് തന്നെ പറയാം. നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിൽ നിങ്ങൾക്ക് ഓരോ ഭാഗം ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഈ വീട് ഡബിൾ വാൾ ഹോമാണ്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. പറയാലോ, പിക്സ് എടുക്കാനായിക്കോട്ടെ ഒക്കത്തിനും അടിപൊളിയാണ്. ഇപ്പോൾ പുറത്താണെങ്കിലും അകത്താണെങ്കിലും നല്ല ഭംഗിയാണ്. ഇതൊരു അണ്ടർഗ്രൗണ്ടുള്ള വീടാണ്. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അണ്ടർഗ്രൗണ്ട് ആൻഡ് ഫസ്റ്റ് ഫ്ലോർ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നേരെ ഇപ്പോൾ ഇതങ്ങനെ പോയിട്ട് എൻട്രൻസ് സിറ്റൗട്ട് ചെറിയ സിറ്റൗട്ട് ഇങ്ങനെയാണ്. പിന്നെ ഡോർ തുറന്നും നേരെ ഹാളിലോട്ട്. ഇത് സോഫ ഏരിയ. ഇത് നമ്മൾ സംസാരിച്ചൊക്കെ സെർവറിനൊക്കെ ഇരിക്കാമല്ലോ. സോഫ ഉള്ളൊരു ഏരിയ. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഡൈനിങ് ഏരിയ. ഇതൊരു ലിവിങ്, ഇങ്ങനെ മെയിൻ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇരിക്കാനുള്ള ഏരിയ ആണിത്. അപ്പുറത്തുള്ളത് ഫുഡ് കഴിക്കാൻ ഡൈനിങ് ഏരിയ ആണ്. പിന്നെ നേരെ നമ്മൾ പോകുന്നത് കിച്ചൺ. ഇതാണ് കിച്ചൺ. ഇത് ഫുൾ കണക്റ്റഡ് ആണ് എല്ലാതും. കിച്ചൺ ഒരു ഇപ്പോഴത്തെ കണ്ടംപററി സ്റ്റൈൽ കിച്ചൺ തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കിച്ചൺ എന്നുള്ളൊരു പുറത്തേക്കുള്ളൊരു കൊട്ടിയാട് പോലുള്ള ഏരിയയാണിത്. ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അണ്ടർഗ്രൗണ്ടിലുള്ളത് 3 ബെഡ്റൂംസാണ്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിനും ബാൽക്കണീസ് ഉണ്ട്. പുറത്തേക്കൊരു ഗ്ലാസ് ഇതുണ്ട്. അവിടെയൊക്കെ കോർട്ട്യാർഡ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാഷ്റൂമൊക്കെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ റൂമിനും എല്ലാ ബെഡ്റൂംസും ഏകദേശമൊക്കെ ഈക്വലാണ്. ഇത് ഒരു മിനി കിച്ചൺ ഉണ്ട് അണ്ടർഗ്രൗണ്ടിൽ. അവിടെ സോഫ ഏരിയ ഉണ്ട് അണ്ടർഗ്രൗണ്ടിൽ. അങ്ങനെ 3 ബെഡ്റൂംസാണ്. ഇവിടെ നമുക്ക് ഇനി വേണമെങ്കിൽ ഭാവിയിൽ പുല്ലൊക്കെ വെച്ചൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മേലൊക്കെ നോക്കുമ്പോൾ ഫുൾ വ്യൂ കാണാം. അങ്ങനെയാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ഓരോ സാധനങ്ങളും. ഇത് വേറൊരു ബെഡ്റൂമാണ്. ഇതും സിമിലർ ടു മറ്റേ ബെഡ്റൂമാണ്. കണ്ടോ, എല്ലാം ഒരു നല്ല ഭംഗിയാണ് കാണാനിതാ. ഇങ്ങനെ സോഫ ഏരിയ ഉണ്ട് അടിയിൽ. പിന്നെ ഇതാ ഒരു മിനി കിച്ചൺ ഉണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്നൊക്കെയുള്ള ഇതായിട്ട് ഒരു ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇതിപ്പോൾ മുകൾ ഭാഗമാണ്. മുകളിൽ നിന്നുള്ളൊരു ബെഡ്റൂമാണ്. അതിന്നും എല്ലാത്തിനും ഇതുപോലെ ഒരു ബാൽക്കണി ഉണ്ട്. ഒരു ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ട്. എന്നിട്ട് അങ്ങനെ ആ റൂമിൽ നിന്ന് പോന്നിട്ട് പിന്നെ ഉള്ളത് ആ ബെഡ്റൂമിലുള്ള ഡ്രസ്സിങ് ഏരിയ ആണിത്. നമ്മൾ അവിടെ നിന്നുള്ള വാഷ്റൂം, അതും എല്ലാം ഒരേപോലെ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഒക്കെ ഒരു പ്രീമിയം ടച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങൾക്കും ഇതിനുള്ളത്. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോണത് എങ്ങോട്ടായിരിക്കും? നെക്സ്റ്റ് ഏരിയ. അതായത് ഇതൊരു അപ്പുറത്തെ സൈഡിൽ നമ്മൾ ലിവിങ് ഏരിയ കണ്ടില്ല. ഇത് ഈ സൈഡിലൊരു ലിവിങ് ഏരിയ. അവിടെ ആണുങ്ങളാണെങ്കിൽ ഇവിടെ പെണ്ണുങ്ങൾ, അങ്ങനെ ഒരു ഏരിയ ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി മുകളിലോട്ട് കയറി നോക്കാം. ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു, അണ്ടർഗ്രൗണ്ട് കഴിഞ്ഞു. പിന്നെ മുകൾ ഭാഗത്ത് ഇങ്ങനെയാണ്. അധികമൊന്നും ഇതായിട്ട് കൊടുക്കാതെ ഒരു സിമ്പിൾ ഏരിയ. നമുക്ക് ഈ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ നടത്താനുള്ളത്. പിന്നെ ഇത് പുറത്തുനിന്നുള്ള വ്യൂ ആയിരുന്നു അത്. എന്നിട്ട് പിന്നെ നേരെ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇതിലൂടെ നമ്മൾ എൻ്റർ ചെയ്ത ഏരിയ ഇതാണ്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അതിലൂടെ നമുക്ക് എക്സിറ്റും ഉണ്ട്, എൻട്രി ഒക്കെ ആ ഒരു ഏരിയയിലൂടെ ഉണ്ട്. ഇതിലൂടെ പുറത്തിറങ്ങിയാൽ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് സ്വിമ്മിങ് പൂൾ. കണ്ടോ, വലിയൊരു സ്വിമ്മിങ് പൂളാണ്. വലുത് പറഞ്ഞാൽ വലിയതാണ്. നല്ല ആഴം, 2 ആൾ ആഴമൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഫുള്ള് നമ്മൾ പുല്ല് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കേട്ടോ, പുറത്തുനിന്ന് ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ്. എല്ലാ ബെഡ്റൂംസിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ തന്നെയാണ്. എല്ലാ ബാൽക്കണി വഴി ഇറങ്ങുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്. ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും ഉണ്ട് ഇതുപോലെ സ്റ്റെപ്പുകളൊക്കെ. രാത്രി ആവാൻ നേരത്ത് ഇങ്ങനെയാവും ലൈറ്റ്സ്, ഫുൾ ലൈറ്റ്സ് വെച്ച്. കണ്ടോ, ഫുൾ വാളും ഗ്ലാസ് വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ്. വേറൊരു സൈഡിൽ ഇത് അതേപോലെ കുറേ സ്റ്റെയർസൊക്കെ കൊടുത്തിട്ട് ാണ് പൂളിൻ്റെ അടുക്ക് വരുന്നത്. പിന്നെ ഇത് ഉള്ളിലുള്ള വേറെ ഏരിയ.
ഉണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ എല്ലാവർക്കും കുറേ പേർക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഫാമിലി ടൈം കുറേ കിട്ടാൻ പറ്റുന്ന സ്ഥലമുള്ളൊരു വീടാണ് കേട്ടോ. കുറേ പിന്നെ എല്ലാവർക്കും ഒരുപോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചും കളിച്ചും ചിരിച്ചൊക്കെ നടക്കാൻ പറ്റുന്നൊരു വീടാണേ. നിങ്ങൾക്ക് വീടൊന്ന് കണ്ടു നോക്കൂ. കണ്ടോ ഓരോ ഭാഗത്തും ഓരോ ടൈപ്പായിട്ടാണ് പുല്ലൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടുള്ളത്. നമുക്ക് നല്ല ഭംഗിയല്ലേ, ഒരു ഫോട്ടോഷൂട്ടും ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോണത് ഔട്ട് ഹൗസിലാണ്. ഇവിടെയാണ് കാർ പോർച്ച് ഉള്ളത്. മെയിൻ കാർ പോർച്ച് ഇവിടെയാണ് ഉള്ളത്. ഇത് ഔട്ട് ഹൗസ്. പിന്നെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതാണ് ഒരു ചെറിയ ഔട്ട് ഹൗസ്, ഒരു ബെഡ്റൂം അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എന്തെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ട് വല്ല ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയേ. പിന്നെ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ശുഭനിദ്ര സുഖനിദ്ര. അപ്പോൾ ബൈ.